PSC ആസ്പിറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ PSC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എങ്ങനെയാണ് പഠിക്കുന്നത്, ഇത് പഠിക്കേണ്ട ആവശ്യകത എന്താണ്, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റിൻ്റെ നോട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയവയെക്കുറിച്ചുള്ള വീഡിയോയാണിത്. ഇതുപോലെ യൂസ്ഫുള്ളായ PSC വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കൂടി ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ SCERT ബേസ് ചെയ്ത് എങ്ങനെയാണ് ഞാൻ നോട്ട് പ്രിപ്പറേഷനും അത് എങ്ങനെ പഠിക്കുന്നതിനെക്കുറിച്ചുമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം LGS സിലബസ് പ്രകാരം ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ LGS സിലബസ് പ്രകാരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്ക്. ഇതിൽ നിന്നും ഏതൊക്കെ SCERT ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന് നോക്കാം. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ആയ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് സോഷ്യലിൽ നിന്ന് പഠിക്കാനുള്ളത്. അതുപോലെ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് 9 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററും പഠിക്കണം. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ക്ലാസ് 6 ചാപ്റ്റർ 9 ഭരണഘടനയ്ക്കൊരു മുഖവുര, ക്ലാസ് 7 ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും, ക്ലാസ് 9 ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വ്യത്യാസം, ക്ലാസ് 9 ചാപ്റ്റർ 7 ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, ക്ലാസ് 9 ചാപ്റ്റർ 8 ലിംഗവിവേചനമില്ലാത്ത സമൂഹം. ഇത്രയും SCERT ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇതെങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നോട്ട് പ്രിപ്പറേഷൻ ചെയ്യാനുള്ളത്, സിമ്പിളായിട്ട് എങ്ങനെ പഠിച്ചെടുക്കുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എങ്ങനെയാണ് പഠിക്കാനുള്ളതെന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, PDF ആയാലും മതി, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലോട്ട് എഴുതുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചെടുത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ആൻസർ എഴുതുക വൈക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന്. അതിനുശേഷം വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയുള്ള നിങ്ങൾക്ക് കിട്ടുന്ന അടിസ്ഥാന വസ്തുതകൾ കളക്ട് ചെയ്ത് എഴുതുക. അതിനുശേഷം ഗോപാലകൃഷ്ണ ഗോഖലെയെ പറ്റിയുള്ള അടിസ്ഥാന വസ്തുതകൾ എഴുതുക. അതുപോലെ തന്നെ K രാമകൃഷ്ണ പിള്ളയെ പറ്റിയുള്ള അടിസ്ഥാന വസ്തുതകൾ എഴുതുക. G സുബ്രഹ്മണ്യ അയ്യരെ പറ്റിയുള്ള അടിസ്ഥാന വസ്തുതകൾ എഴുതുക. ഇത്രയും എഴുതുമ്പോൾ തന്നെ ഈ ടോപ്പിക്ക് ഒരുവിധം കവറായി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ള സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതുക. എന്നാണ് സ്ഥാപിച്ചത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എഴുതുക. അതാകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ആരിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഞാനെൻ്റെ നോട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഒരു PVQവും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എഴുതി പഠിക്കാനുള്ളത്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനും ഇങ്ങനെ പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സിലബസ് നമ്മൾ അറിയാതെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോവും. സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് എളുപ്പമായിട്ട് തോന്നുകയും ചെയ്യും. ഞാൻ എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എഴുതാനുള്ളതെന്നാണ് ഇത് പറഞ്ഞു തന്നത്. നെക്സ്റ്റ് ഞാൻ എഴുതിയേക്കുന്ന നോട്ട് കാണിക്കാം. ഇത് മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് 2022 ജാനുവരി 23 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനമായിട്ട് ആചരിച്ചു. അത് ഏതെല്ലാമെന്നാണ്? മണിപ്പൂർ, മേഘാലയ, ത്രിപുര ആണ് 3 സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. 1972 ജാനുവരി 21 അതുകൊണ്ടാണ് 50ാം സംസ്ഥാന ദിനമായിട്ട് ആചരിച്ചതെന്ന് പറയുന്നത്. നെക്സ്റ്റ് അത് ക്വസ്റ്റ്യനുണ്ടായിരുന്നൊരു ഓപ്ഷനാണ് നാഗാലാൻഡ്. അപ്പോൾ നാഗാലാൻഡ് 1963 ഡിസംബർ 7 സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ അതിൻ്റെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഹരിത വില്ലേജ് ഖനോമ നാഗാലാൻഡ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ സവിശേഷത എഴുതി. നെക്സ്റ്റ് ഞാൻ എഴുതിയത് ഏത് ആക്ട് പ്രകാരമാണ് ഈ 3 സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നതെന്നാണ്. നോർത്ത് ഈസ്റ്റ് റീജിയൻ റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ് കൊണ്ടുവന്നത്. അതെന്നാണ് 1971 ആക്ട് പ്രകാരം 21 ജാനുവരി 1972 3 സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന പദവി നൽകിയത്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നാഗാലാൻഡിലെ സവിശേഷതകൾ എഴുതുന്നുണ്ട്. കൊഹിമ നാഗാലാൻഡ് എന്താണ്
സെക്കൻഡ് വേൾഡ് വാറിൽ മരണപ്പെട്ടവരുടെ സ്മരണയ്ക്കായുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊഹിമ, നാഗാലാൻഡ്. അതിനുശേഷം മേഘാലയയുടെ സവിശേഷതകൾ എഴുതുന്നുണ്ട്, മണിപ്പൂരിൻ്റെ സവിശേഷതകൾ എഴുതുന്നുണ്ട്, ത്രിപുരയുടെ സവിശേഷതകളും എഴുതുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരണമായി. അപ്പം 1938 ദേശീയ ആസൂത്രണ സമിതി എന്നാണ് ദേശീയ ആസൂത്രണ കമ്മീഷനായി മാറിയത്? 1950 മാർച്ച് 15 ചെയർമാൻ നെഹ്റുവും മുൻകൈ എടുത്തതാരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ അതിൻ്റെ 1940 ആദ്യമായി വ്യവസായ നയം വന്നത്. അങ്ങനെ ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഫുൾ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആസൂത്രണ കമ്മീഷൻ തുടങ്ങി അവസാനിക്കുന്നത് വരെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1950 മാർച്ച് 15 തുടങ്ങി. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദിയും അവസാന ഉപാധ്യക്ഷൻ മൊണ്ടേ സിംഗ് അലുവാലിയുമാണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും എഴുതിയിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഗാന്ധി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുള്ള തവണകൾ മൊത്തം എഴുതിയിട്ടുണ്ട്. 5 തവണയാണ്. അതുപോലെ പൂന കരാർ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആൻഡ് റിലേറ്റഡ് ഫാക്ട് കേരള സാക്ഷരതാ മിഷൻ ചോദിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ട്. അച്ചുതണ്ട് ശക്തികൾ, അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെയും ഫുൾ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ട്. അപ്പം സെൻസസിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസും ഓരോ ക്വസ്റ്റ്യനും ആൻസറും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും തന്നെ നിങ്ങളെടുത്ത് പഠിക്കുക. ടൈം ആവും, ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ടൈം എടുക്കും. ഇപ്പോൾ തുടക്കത്തിലൊക്കെ ഭയങ്കര ബോറായിരിക്കും. എന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. അതിന് ഞാൻ യൂസ് ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റാങ്ക് ഫയലും കുറച്ച് ഓരോ ക്വസ്റ്റ്യനും ഏത് ടോപ്പിക്കാണെന്ന് നോക്കി റാങ്ക് ഫയലിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും വീഡിയോസിൽ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാലും റിലേറ്റഡ് ഫാക്റ്റൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതും കൂടെ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഏത് സോഴ്സാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ സോഴ്സൊക്കെ വെച്ച് കണ്ടെത്തുക. അതുപോലെ തന്നെ നദിയും രാജ്യങ്ങളും ഓരോ ഉള്ള അത്യാവശ്യം വേണ്ട നദിയും അതിൻ്റെ രാജ്യങ്ങളും ഫുൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ആദ്യമൊക്കെ ഞാൻ ഓരോ യൂട്യൂബ് ചാനലിൽ കാണിക്കുന്ന ചെറിയ ചെറിയ വീഡിയോകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഞാൻ ഈ പറഞ്ഞ മേലിൽ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എടുത്ത് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഇപ്പം നമുക്ക് തൃപ്പടിദാനം നടന്ന വർഷം, നാറ്റോ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ ബേസ് ചെയ്തും കൂടെ പഠിച്ച് ക്വസ്റ്റ്യൻ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ പഠിച്ച് പോവുക. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് 10th മെയിൻസൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യകത ഇല്ല. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ താല്പര്യമുള്ളവർ ഡെയിലി പഠിക്കുക. ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെയാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റൊക്കെ എഴുതുന്നത്. ഇത് വേറൊരു നോട്ട്ബുക്കാണ്. അപ്പോൾ ഇതിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. യൂസ്ഫുള്ളായിട്ട് നമുക്ക് സ്റ്റഡിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനമായിട്ടും SCRTയും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും യൂസ്ഫുൾ ആകും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിനാണ് ഇത് പഠിക്കണമെന്നുള്ളത്, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വരാം. വേറൊന്നുമില്ല. ആവശ്യകതയെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ സെറ്റാവാനും, അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാനും, അതുപോലെ തന്നെ നമുക്ക് ടൈം കൺസ്യൂം ചെയ്ത് എഴുതുവാനും ഒക്കെ സാധിക്കും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിച്ചാൽ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ ആയിരിക്കും ചിലപ്പം ചോദ്യകർത്താവ് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം അത് പഠിക്കുമ്പോഴത്തേക്കും ഇപ്പം ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫേസിൽ എക്സാം നടത്തുമ്പം സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഉള്ളവർക്ക് മാർക്ക് നോർമലി കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? അവർ ഈ ഫസ്റ്റ് ഫേസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി പഠിക്കണോണ്ടാണ്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് സെക്കൻഡ് ഫേസിലും തേർഡ് ഫേസിലും ഉള്ളവർക്ക് കുറച്ചും കൂടി എഴുതാൻ പറ്റും. സോ ഇതാണ് ഫസ്റ്റ് ഫേസിനെക്കാട്ടി എങ്ങനെയാണ് സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒക്കെ ഉള്ളവർക്ക് സിമ്പിളായി എന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ.
ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സിൻ്റെ സിലബസ് പ്രകാരമുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഏതൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ഞാൻ ഇട്ട് തരാം. താങ്ക് യു സോ മച്ച്.